നമസ്കാരം. ഇന്നിവിടെ പറയാൻ പോകുന്നത് ശാബരമന്ത്രങ്ങളിലെ തന്നെ ഏറ്റവും ഉഗ്രമായ ഒരു കാളി കവചമന്ത്രമാണ്. മറ്റ് പ്രയോഗങ്ങൾ നടത്തുന്നതിന് മുമ്പ് ഈ കവചമന്ത്രം സിദ്ധമാക്കുകയും നിത്യം ജപിക്കുകയും ചെയ്യുന്നത് സർവ്വ ഉത്തമമാണ്. മറ്റ് പ്രയോഗങ്ങൾക്കും ഈ മന്ത്രം ഒരു ബലവും മറ്റ് ദോഷങ്ങൾ നമ്മളിലേക്ക് വന്നിരുന്നൊരു കവചവും കൂടിയാണ്. ഏറ്റവും കൂടുതൽ കാളി ഭക്തർ ശാബരമന്ത്രത്തിൽ ഉപയോഗിക്കുന്ന ഒരു പ്രഥമ മന്ത്രം കൂടിയാണിത്. ആദ്യം ശാബരമന്ത്രങ്ങളെക്കുറിച്ച് പറയാം. ശാബരമന്ത്രങ്ങൾ പൂർണ്ണമായും ഭഗവാൻ ശങ്കരൻ തന്നെയാണ് നൽകിയതെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഈ മന്ത്രങ്ങളുടെ ശക്തിയും സംഭവവും എല്ലാം ശിവതത്വത്തിൽ നിന്നാണ് ജനിക്കുന്നത്. ശാബരമന്ത്രങ്ങൾ സാധാരണയായി ഗ്രാമീയ ഭാഷകളിലും പ്രാദേശിക ഉപഭാഷകളിലും ആണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യ നോട്ടത്തിൽ ഇവയ്ക്ക് വ്യക്തമായ അർത്ഥമൊന്നുമില്ല, എങ്കിലും ഇവയുടെ ഫലപ്രാപ്തി അതിസൂക്ഷ്മവും ശക്തവുമാണ്. ശാബരമന്ത്രങ്ങളുടെ സവിശേഷതകൾ വേദമന്ത്രങ്ങളെപ്പോലെ സങ്കീർണമായ ഉച്ചാരണങ്ങളോ ദീർഘകാല അഭ്യാസങ്ങളോ വലിയ ശുദ്ധാചാരങ്ങളോ ഒന്നും നിർബന്ധമില്ല. എന്നാൽ ശുദ്ധ മനസ്സും നമ്മുടെ ഉദ്ദേശശുദ്ധിയും പിന്നെ പരിപൂർണമായ ആ വിശ്വാസവുമാണ്. വെറും വാക്കുകൾ പോലെ തോന്നിയെങ്കിലും ആ മന്ത്രം ഫലിക്കുമെന്നുള്ള ആ ഒരു വിശ്വാസവും കൂടിയാണ് ഈ ശാബരമന്ത്രങ്ങൾ പ്രവർത്തിക്കുന്ന പിന്നിലുള്ള കാരണം. ഈ മന്ത്രങ്ങൾ വിവിധ പ്രാദേശിക ഭാഷയിൽ സൂക്ഷ്മ ശബ്ദങ്ങൾ അടങ്ങിയതാണ്. അത് കൂടുതലായും ശത്രുനിഗ്രഹവും അപമൃത്യു നിവാരണവും കവചങ്ങളും ദുഷ്ടശക്തി നിഗ്രഹങ്ങളും, അതായത് ഉച്ചാടന പോലുള്ള ഈ ക്ഷുദ്രനാശമന്ത്രങ്ങളും ഒക്കെയാണ് കൂടുതൽ വരുന്നത്. ഈ മന്ത്രങ്ങൾ സാധാരണ ജീവിതത്തിലെ പല പ്രതിസന്ധികളും എളുപ്പത്തിൽ പരിഹരിക്കാനായി പരിചയത്തിൽ കാണാവുന്നതാണ്. ഇന്ന് പറയുന്നത് കാളിയുടെ ഒരു ഉഗ്ര കവചമന്ത്രമാണ്. എല്ലാ പ്രയോഗങ്ങൾക്ക് മുന്നേയും ഈ മന്ത്രം ജപിക്കുന്നത് കൊണ്ട് നമുക്ക് സമ്പൂർണ്ണ ഒരു കവചം തീർക്കുവാൻ സാധിക്കും. ഇതും ഒരു ഹിന്ദിയിലുള്ള ഒരു പ്രാദേശിക ഭാഷ ഒരു പ്രത്യേകതയുള്ള ഒരു മന്ത്രമാണ്. ഓം കാളിക ഖഡ്ഗ ഖപ്പർ ലിയേ ഖാദി ജൗത് തേരി ഹേ നീരാലി പീട്ടി ഭർ ഭർ രക്ത പിയാലി കരേ ഭക്തോങ്കി രഖ്വാലി നഗരേ രക്ഷതോ മഹാബലി പൈരവ് കി ദുഹായ്. ഈ മന്ത്രം ചൊവ്വാഴ്ച മുതൽ തുടങ്ങുക. മന്ത്രം ജപിക്കുന്നതിടെ കറുത്ത വസ്ത്രങ്ങൾ ധരിക്കുക. പടിഞ്ഞാറ് വശത്തേക്ക് മുഖം തിരിഞ്ഞ് മന്ത്രം 3 പാദങ്ങൾ 3 തുടർച്ചയായ ദിവസങ്ങളിൽ ജപിക്കുക. 3 ഭാഗങ്ങളെന്ന് വെച്ചാൽ 108 വെച്ച് 3 മാല ജപിക്കുക. അപ്പോൾ അതിന് കരിങ്ങാലി മാല ഉപയോഗിക്കാം. അതിനുശേഷം നിത്യമായി ഈ മന്ത്രം കുറച്ച് ഉരു വെച്ച് ജപിച്ച് നമുക്കത് കവചസിദ്ധി നേടിയെടുക്കുന്നതാണ്. പിന്നീട് നമുക്ക് ഈ മന്ത്രത്തിൻ്റെ ഫലപ്രാപ്തി കാണാവുന്നതാണ്.